moneybox. Be financially disciplined. ഹലോ എവ്രിവൺ. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് അഥവാ സ്പെക്കുലേഷൻ, ഊഹ കച്ചവടം, ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപമാണോ നല്ലത്? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഈ ഒരു ടോപ്പിക് എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഏതാണ്ട് 4 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ചാനൽ തുടങ്ങിയിട്ട്. ഇത് കാണുന്നവർക്ക് ഉപകാരപ്രദമാവണം. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം, ഒരു ഉയർച്ച, ഒരു സാമ്പത്തിക ഭദ്രത ഒക്കെ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, വീഡിയോസ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ ധാരാളം ക്വയറീസ് വരുന്നുണ്ട്, വാട്സ്ആപ്പ് മുഖേനയും ഡയറക്റ്റ് കോൾസും ഒക്കെ ആയിട്ട്. കൂടുതലും NRIs തന്നെയാണ്. എന്നാൽ ഇവരിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ക്വയറീസ് ഒക്കെ റേസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണോ നല്ലത്, അതോ ട്രഡീഷണൽ ബ്രോക്കറേജ് ഹൗസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണോ നല്ലത്? NRIസിന്റെ കേസിൽ 3-in-1 അക്കൗണ്ട് ഒരേ ഹൗസിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് എന്റിറ്റീസിൽ ഓപ്പൺ ചെയ്യുന്നതാണോ നല്ലത്? അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനൊക്കെ കമ്മീഷൻ വളരെ കുറവാണ്. ഓർക്കുക, കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരു ട്രേഡറും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് പീനട്ട് ആണ്, ലിറ്ററലി. നമ്മൾ അതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാൽ. സോ ഇതൊക്കെയാണ് പലരുടെയും മനസ്സിലുള്ളത്. അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി വലിയൊരു ആപത്ത് ഈ ചിന്തകളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായതും. ട്രേഡിംഗ് വേഴ്സസ് ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ലത്? ഒരു വലിയ ചോദ്യമാണിത്. ദയവ് ചെയ്ത് ഈ വീഡിയോ വളരെ സീരിയസ് ആയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ട്രേഡിംഗ് എന്നാൽ സ്പെക്കുലേഷൻ, ഊഹ കച്ചവടം. വീണ്ടും ഈ മലയാള പദം ഞാൻ സ്ട്രെസ് ചെയ്യുന്നു. ഊഹ കച്ചവടം വെറും ഊഹം മാത്രമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഓഹരികൾ വാങ്ങലും വിൽക്കലും, ഡെയിലിയുള്ള ഈ പരിപാടി, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കാം എന്നത് വെറും ഊഹം മാത്രമാണ്. നൗ, എന്താണ് ഡേ ട്രേഡിംഗ്? ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബിസിനസ് അവേഴ്സിൽ, ഇന്ത്യയുടെ കേസിലാണെങ്കിൽ NSEയും BSEയുടെയും ട്രേഡിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് മോർണിംഗ് 9 AM മുതൽ വൈകുന്നേരം 3:30 വരെയാണ്. ഈ ഒരു ട്രേഡിംഗ് അവേഴ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഹരി ഒരു വീക്ക്നെസ് പ്രതീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ബേരിഷ് ആണെങ്കിൽ അത് ആദ്യം സെല്ല് ചെയ്യും. അതിന് ഷോർട്ട് സെൽ എന്ന് പറയും. താഴെ പ്രൈസ് വന്നാൽ അത് കവർ ചെയ്ത് ലാഭമുണ്ടാക്കാം എന്നും വിചാരിക്കുന്നതാണ് ഡേ ട്രേഡിംഗ്. ഡെയിലി പൊസിഷൻസ് സ്ക്വയർ ചെയ്യുന്നത് മുതൽ അത് 1-2 ദിവസം ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ 1-2 ആഴ്ച ഹോൾഡ് ചെയ്ത്, ഇതുപോലെ അൾട്രാ ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന തുടങ്ങിയ പല രീതികളുമുണ്ട്. അതിന് സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ പറയും. ഇതെല്ലാം വളരെ ഷോർട്ട് ടൈമിലേക്കുള്ള കോൾസ് ആണ്. ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ പൊതുവെ ടെക്നിക്കൽ ആയിട്ടുള്ള ചാർട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. നൗ, എന്താണ് ഈ ടെക്നിക്കൽ അനാലിസിസ്? ഇത് മറ്റൊന്നുമല്ല, ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പാസ്റ്റ് മാർക്കറ്റ് ഡേറ്റ, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് മൂവ്മെന്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് ഫ്യൂച്ചർ ഡയറക്ഷൻ എന്തായിരിക്കുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ട്രേഡ് ചെയ്യുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഈ പാസ്റ്റ് മാർക്കറ്റ് ഡേറ്റ എന്നാൽ പ്രൈസ് ആൻഡ് വോളിയം, അതാണ് അതിന്റെ ബേസ്. ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മുന്നേ ഏതൊക്കെ പ്രൈസിൽ ഹ്യൂജ് വോളിയം നടന്നു, അതനുസരിച്ച് മുന്നോട്ട് ഏതൊക്കെ ലെവൽസ് വരെ ആ ഒരു പാറ്റേൺ നോക്കി പോകാം. ഇനി താഴേക്ക് ഒരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായാൽ ആ ഇൻസ്ട്രുമെന്റ് ഏത് പ്രൈസ് വരെ താഴേക്ക് പോകാം. അതിന് മുന്നേ ഏത് ലെവലിലാണോ ഒരു ഹ്യൂജ് വോളിയം നടന്നത്, അവിടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവും. ഇനി ആ സപ്പോർട്ടും ബ്രേക്ക് ആയാൽ അടുത്ത ലെവൽ, സപ്പോർട്ട് ലെവൽ ഏതാണ്? വീണ്ടും ആ പ്രൈസ് തിരിച്ചു കയറിയാൽ വോളിയം കൂടുതൽ നടന്ന ആ പോയിന്റ് ഓഫ് ആ പ്രൈസ് പോയിന്റിൽ തീർച്ചയായിട്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇന്ന ലെവൽസ് വരെ പോകാം. അവിടെയാണ് അടുത്ത റെസിസ്റ്റൻസ്. ഇങ്ങനെ പാസ്റ്റ് റെക്കോർഡ് ചെയ്ത പ്രൈസും വോളിയവും അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയാണ് ഈ ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഊഹ കച്ചവടം, വളരെ സിമ്പിൾ ടേംസിൽ. നൗ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇത് നിക്ഷേപമാണ്. അത് ലോങ് ടേം ആണ്.
അതാണ് ഫസ്റ്റ് പോയിന്റ്. 2, നിങ്ങളൊരു നല്ല ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി നോക്കി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, മാനേജ്മെന്റിന്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കി, കൂടാതെ മറ്റു പല ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് നോക്കിയാണ് നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ആവശ്യമാണ്, അല്ലെ? അതുപോലെ നിങ്ങൾ ഓൾറെഡി പബ്ലിക് ഇഷ്യൂ നടത്തി പബ്ലിക്കലി ലിസ്റ്റഡ് ആയ ഒരു കമ്പനി, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ നോക്കി നിങ്ങൾ അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. മോറോവർ ഇൻഡയറക്ട്ലി നിങ്ങളും വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ പുരോഗതിയിലും പങ്കാളികളാവുകയുമാണ്. സോ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നിക്ഷേപം. ഇനി ഡെയിലിയുള്ള ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷന് പോയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1, 99% ഓഫ് ദ ട്രേഡേഴ്സ് ഗ്ലോബലി ആർ ലൂസേഴ്സ്. മനസ്സിലാക്കുക, ലോകത്തിൽ 99% ട്രേഡേഴ്സും ഫെയിലിയർ ആണ്, പരാജിതരാണ്. ഭയങ്കരമായിട്ടുള്ള മെന്റൽ സ്ട്രെസ് ഇതിനുണ്ട്. ലിറ്ററലി നിങ്ങളുടെ ലൈഫ് സ്പാൻ തന്നെ കുറയും. ബട്ട് അനദർ 1% ഉണ്ട്, ഇതിൽ നിന്നും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ തീരെ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും മുൻ വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഹാവ് മണി ആൻഡ് ടൈം ഡെഫിനറ്റ്ലി ഇതൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് ട്രൈ ചെയ്യാം. ട്രേഡിംഗ് എന്നത് തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഓൾവേസ് സർപ്രൈസസ്. ഇതൊരു മിത്താണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, പക്ഷേ സത്യമാണ്. നമ്മൾ ട്രേഡിംഗിലൊക്കെ എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രൈസ് മേളിലോട്ട് പോകും. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ആദ്യ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആദ്യത്തെ 10 ദിവസം നിങ്ങൾ 1000 രൂപ വെച്ച് ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കും. പക്ഷെ 11ാമത്തെ ദിവസം 15,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് ആ 15,000 രൂപ തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടാണ്. ഡാൻസിങ് വിത്ത് ദ മാർക്കറ്റ്. നിങ്ങളുടെ മന്ത്ലി അതുപോലെ തന്നെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മാസം തോറുമുള്ള ചെലവുകൾ, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ മാരേജ്, റിട്ടയർമെന്റ് ലൈഫ്, ഇതിനെയൊന്നും അഫക്ട് ചെയ്യാത്ത തരത്തിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡിംഗിൽ പണം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ഒരിക്കലും അഫക്ട് ചെയ്യാത്ത തരത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. 2, മനസ്സിലാക്കുക, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാഭം എന്നുള്ളത് മറ്റൊരാളുടെ നഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടമാണ് മറ്റൊരു ഡേ ട്രേഡറുടെ പ്രോഫിറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരു ലാർജ് ബക്കറ്റ് ആണ്. അതിൽ ട്രേഡ് ചെയ്യുന്നവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയും സെല്ലും ചെയ്യുന്നത്. നോട്ട് എ സിംഗിൾ പെന്നി ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് നിന്നിനകത്ത് ഒരു 5 പൈസ പോലും വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നഷ്ടമാണ്, ആയേ പറ്റൂ. ഇതിനോടൊപ്പം ഞാൻ പറയട്ടെ, മറ്റ് ചില യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ വളരെ വിഷമകരമായ ഒരു കാര്യം ഞാൻ കേട്ടത്, ഒരു കമ്പനി തങ്ങളുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ വീണ്ടും ഫർദർ കമ്പനിയുടെ ഷെയർസ് ഇലക്ട്രോണിക്കലി ബൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ബൈ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനികളിൽ നിന്നാണ് വീണ്ടും ഷെയർ പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഓർക്കുക, ഒരു കമ്പനി ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് വൺസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഇക്വിറ്റി ബേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തി ആ കമ്പനിയുടെ ഓഹരികൾ സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്താൽ പിന്നീട് ഡെയിലി ഉള്ള ഈ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ആ കമ്പനി അറിയുന്നില്ല, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ലിസ്റ്റിൽ വരുന്നില്ല. നോ ലിസ്റ്റഡ് കമ്പനി ഈസ് എനി ലോങ്ങർ ഇൻവോൾവ് ഇൻ എനി ഓഫ് ദീസ് ഡേ ടു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ. 3, ഡേ ട്രേഡിംഗ് എന്നത് ഒരു ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത്. ഇത് വളരെ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒന്നാണ്. റിട്ടേൺസ് കൺസിസ്റ്റന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാം, ജീവിത മാർഗമാക്കാം എന്ന് കരുതുന്നവർ വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, കരിയർ ഒക്കെ സ്പോയിൽ ചെയ്യും ഫോർ ഷുവർ. പലരും ഇന്ന് യൂട്യൂബിൽ വന്ന് ഡേ ട്രേഡിംഗ് ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. ഓർക്കുക, ഇതൊക്കെ സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആണ്, പെയ്ഡ് പ്രൊമോഷൻസ് ആണ്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസിന്റെയൊക്കെ കമന്റ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സാധാരണക്കാരായവരാണ് ഇതിന്റെയൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നത്, ഈ ഒരു പിറ്റ്ഫോളിൽ ചെന്ന് പെടുന്നത്. മോസ്റ്റ്ലി കോളേജിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ പാസ് ഔട്ട് ആയവർ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗും
പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു നിൽക്കുന്നവർ, ഇപ്പോൾ കോവിഡിന്റെ കാലമാണ്, ആർക്കും പുറത്തുപോയി ജോലി അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ മൂവ്മെന്റ്സിനൊക്കെ ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട്. ഈ പാവങ്ങളൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് അച്ഛൻ്റെ നിന്നോ അമ്മയുടെ നിന്നോ ഒക്കെ 10,000 20,000 രൂപയൊക്കെ വാങ്ങിച്ച് ഒരു മാർജിൻ മണി കൊടുത്തുകൊണ്ട് ഡേ ട്രേഡിങ്ങിലൂടെ എന്തെങ്കിലും സമ്പാദിക്കാം എന്ന് വിചാരിച്ച് ഇതിലേക്ക് വഴുതി വീഴുന്നത്. അതുപോലെ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർ ഏതാണ്ട് 90% ആൾക്കാരും ഫാമിലി ഉള്ളവരാണ്. ഏതാണ്ട് 30-45 മധ്യേ പ്രായമുള്ളവരാണ്. അവർ വളരെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രേഡിംഗ് തുടങ്ങി അതൊരു ജീവിത മാർഗമാക്കി എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ ഡിസ്റപ്റ്റീവ് ബ്രോക്കേഴ്സിന്റെ ഉദ്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അതൊരു ബിസിനസ് ആണ്, ബിസിനസ് പ്രൊമോഷൻ ആണ്. അവർ ഒരു ദിവസത്തെ ട്രേഡിങ്ങിന് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ വോളിയം ചിലപ്പോൾ ഒരുപക്ഷെ 20 രൂപയായിരിക്കും ചാർജ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ അറിയാം പല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെയും ചാർജസ്. ഓർക്കുക, കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 lakh അക്കൗണ്ട്സ് എങ്കിലും, ബ്രോക്കറേജ് അക്കൗണ്ട്സ് എങ്കിലും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഇത് ബെയർ മിനിമം ആണ്. സോ ഒരു ദിവസം 1 ലക്ഷം അക്കൗണ്ട് ഒരു ട്രേഡ് ആണെങ്കിലും പ്ലേസ് ചെയ്താൽ 20 into 1 ലക്ഷം 20 ലക്ഷം രൂപയാണ് അവരുടെയൊക്കെ പോക്കറ്റിലേക്ക് വീഴുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഫോൾ പ്രേ ഇൻ ടു ഓൾ ദീസ് ഗാംബ്ലിംഗ്. ഇരയാവരുത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് പ്ലേസ് അല്ല, അതൊരു സീരിയസ് മാർക്കറ്റ് ആണ്. അത് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മനസ്സിലാക്കുക, യൂട്യൂബ് ബ്രെഡ് ആൻഡ് ബട്ടർ ആയി കാണുന്നവർക്ക് ഡെയിലി വീഡിയോസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഡെയിലി വീഡിയോസ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡേ ട്രേഡിംഗ് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് സംസാരിക്കാൻ കൂടുതൽ കാര്യങ്ങളില്ല. ഡെയിലി ഇതുപോലുള്ള ട്രേഡിംഗ് വീഡിയോസ്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി, ഇത്ര ലക്ഷം ഉണ്ടാക്കി, അല്ലെങ്കിൽ മന്ത്ലി 8 to 10% ഒക്കെ റിട്ടേൺ കിട്ടും, റീസണബിൾ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 100% ആണ്. ബുദ്ധിമുട്ടാണ്. അവർ ഇതുപോലുള്ള ക്യാച്ച് വീഡിയോസ് ഒക്കെ ഇട്ടില്ലെങ്കിൽ അവരുടെ കഞ്ഞികുടി മുട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈനലി, there is no easy money. പണം ഉണ്ടാക്കുക, വെൽത്ത് സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ നിങ്ങൾക്കൊക്കെ അറിയാം, വാറൻ ബഫറ്റ്. അദ്ദേഹം വാല്യൂ ഇൻവെസ്റ്റിംഗിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി മുറുകെ പിടിച്ച് ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗുരുവാണ്. അല്ലാതെ ഇതുപോലെ ഡേ ട്രേഡിങ്ങോ സ്പെക്കുലേറ്റോ ചെയ്ത അല്ല അദ്ദേഹം വെൽത്ത് സമ്പാദിച്ചത്. ഏതാണ്ട് 14 വയസ്സിൽ വളരെ ചെറിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ അദ്ദേഹം 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് ഏതാണ്ട് $1 million ആയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് വീണ്ടും $1 billion ക്രോസ് ചെയ്ത് ഏതാണ്ട് 53 വയസ്സ് ആയപ്പോഴാണ്. ഇന്ന് 90 വയസ്സിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് $86 billion ആണ്. സോ ടൈം, പേഷ്യൻസ്, അതാണ് കീ. ആൻഡ് ദർ ഈസ് നോ ഈസി മണി. ഇനി ആസ് ഓൾവേസ് നമുക്കൊക്കെ ഒരു നല്ല റെഗുലർ ഏർണിങ്സ് ഉണ്ടാവണം. അതിൽ നിന്നും സേവ് ചെയ്യണം. തീർച്ചയായിട്ടും ആ പണം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഗ്രാജുവലായി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡെയിലി ട്രേഡിങ്ങിനുള്ള പിറ്റ്ഫോൾസ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. പ്ലീസ് ബി സീരിയസ്. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു. Please like, share and subscribe.